ഒന്നാമത്തെ ചോദ്യം, എന്താണ് നിന്നെ വിട്ടുപോകാതെ നിന്റെ കഴുത്തിൽ കെട്ടേണ്ടത്? ഉത്തരം ദയയും വിശ്വസ്തതയും. അടുത്ത ചോദ്യം, ഹൃദയത്തിൽ ദൈവത്തിൻ്റെ എന്താണ് കാത്തുകൊള്ളേണ്ടത്? ഉത്തരം കൽപ്പനകളെ. അടുത്ത ചോദ്യം, സ്വന്തം വിവേകത്തിൽ ഊന്നാതെ പൂർണ്ണ ഹൃദയത്തോടെ ആരിൽ ആശ്രയിക്കണം? ഉത്തരം യഹോവയിൽ. അടുത്ത ചോദ്യം, ഹൃദയത്തിൻ്റെ പലകയിൽ എഴുതിക്കൊള്ളേണ്ടത് എന്ത്? ഉത്തരം ദയയും വിശ്വസ്തതയും. അടുത്ത ചോദ്യം, നാഭിക്ക് ആരോഗ്യവും അസ്ഥികൾക്ക് തണുപ്പും ആയിരിക്കുന്നതെന്ത്? ഉത്തരം യഹോവ ഭയം. യഹോവയെ നിന്റെ ധനം കൊണ്ടും എല്ലാ വിളവിൻ്റെയും എന്തും കൊണ്ടും ബഹുമാനിക്കണം. ഉത്തരം ആദ്യഫലം. അടുത്ത ചോദ്യം, യഹോവയുടെ എന്തിങ്കൽ മുഷിയരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം ശാസനയിങ്കൽ. അടുത്ത ചോദ്യം, അപ്പൻ ഇഷ്ടപുത്രനോട് ചെയ്യുന്നത് പോലെ യഹോവ താൻ സ്നേഹിക്കുന്നവനെ എന്തു ചെയ്യുന്നു? ഉത്തരം ശിക്ഷിക്കുന്നു. അടുത്ത ചോദ്യം, ജ്ഞാനം പ്രാപിക്കുന്ന മനുഷ്യനും വിവേകം ലഭിക്കുന്ന നരനും ആരാണ്? ഉത്തരം ഭാഗ്യവാൻ. അടുത്ത ചോദ്യം, എന്തിൻ്റെ സമ്പാദനമാണ് വെള്ളിയുടെ സമ്പാദനത്തിലും നല്ലത്? ഉത്തരം ജ്ഞാനം. തുടർന്നുള്ള അസാധ്യവാക്യത്തിൻ്റെ പരമ്പരയിലേക്ക് വീണ്ടും നമുക്ക് കാണാം. എല്ലാവരെയും ദൈവം സമൃദ്ധി അനുഗ്രഹിക്കുമാറാകട്ടെ.